റേഷൻ കടക്കാരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. 100 കിലോ വരെ സ്റ്റോക്ക് വ്യത്യാസത്തിന് പിഴ ചുമത്തില്ല. സിവിൽ സപ്ലൈസ് വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കുന്നതോടെ തീരുമാനം നടപ്പാകും. നിലവിൽ പച്ചരിയും പുഴുക്കലരിയും തമ്മിലുള്ള സ്റ്റോക്ക് വ്യത്യാസം 10 കിലോ ആയാൽ പോലും ഉദ്യോഗസ്ഥർ കടക്കാർക്ക് പിഴ ചുമത്താറുണ്ട്. റേഷൻ പച്ചരിയുടെയും പുഴുക്കലരിയുടെയും സ്റ്റോക്കിൽ 100 കിലോ വരെ വ്യത്യാസം വന്നാൽ ഇനി പിഴ ഈടാക്കില്ല. റേഷൻ കടക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് സർക്കാർ അംഗീകരിച്ചത്. സിവിൽ സപ്ലൈസ് വകുപ്പ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുന്നതോടെ തീരുമാനം നടപ്പാകും. നിലവിൽ പച്ചരിയും പുഴുക്കലരിയും തമ്മിലുള്ള സ്റ്റോക്ക് വ്യത്യാസം 10 കിലോ ആയാൽ പോലും ഉദ്യോഗസ്ഥർ കടക്കാർക്ക് പിഴ ചുമത്താറുണ്ട്. വ്യക്തിവൈരാഗ്യമുള്ള ചില ഉദ്യോഗസ്ഥർ അത് ദുരുപയോഗം ചെയ്തിരുന്നു. ഇതോടെയാണ് പുനഃപരിശോധന വേണമെന്ന് റേഷൻ വ്യാപാരികൾ ശക്തമായി ആവശ്യപ്പെട്ടത്. പച്ചരിയാണ് കുറവെങ്കിൽ പുഴുക്കലരി കൂടുതലുണ്ടാകണം. അതുപോലെ നേരെ തിരിച്ചും. 2 സ്റ്റോക്കും പരിശോധിക്കുമ്പോൾ കുറവ് കണ്ടെത്തിയാൽ നടപടിയുണ്ടാകും. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് സംഭരിക്കുന്ന പച്ചരി, പുഴുക്കലരി എന്നിവയ്ക്ക് മാത്രമാണ് ഇളവ്. സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി നേരിട്ട് വിതരണം ചെയ്യുന്ന കുത്തരിയുടെ സ്റ്റോക്ക് വ്യത്യാസം ഇളവിന് പരിഗണിച്ചിട്ടില്ല. ഇതേസമയം റേഷൻ വ്യാപാരികളുടെ വേതനം എല്ലാ മാസവും 15-നകം നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴായി. മാർച്ചിലെ വേതനം മെയ് ആയിട്ടും മുഴുവൻ ലഭിച്ചിട്ടില്ല. ഇതുവരെ 3 ഗഡുവായാണ് തുക ലഭിച്ചത്. ഇനി 1 ഗഡു കൂടി കിട്ടാനുണ്ട്. കേന്ദ്രത്തിൽ നിന്നും വിഹിതം ഗഡുക്കളായി ലഭിക്കുന്നതാണ് വിതരണം വൈകാൻ കാരണം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.